ഇത് താള് കറിയാണ്. വളരെ രുചികരമായ രീതിയിലുള്ളൊരു കറിയാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ലൊരു കറിയാണ്. വളരെ രുചികരമായ രീതിയിൽ വ്യത്യസ്ത ചേരുവകളൊക്കെ ചേർത്ത് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും ഇതേ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ തയ്യാറാക്കി കഴിക്കാൻ നോക്കും. അതിനായിട്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഞാൻ കർക്കിടക മാസമായിട്ട് നമ്മൾ ഈ പച്ചില വർഗ്ഗങ്ങളും ചേമ്പത്താളൊക്കെ കഴിക്കണമെന്നാണല്ലോ. അപ്പം ഞാനവിടെ ഈ ചേമ്പിൻ്റെ താളെടുത്ത് ഇന്നൊരു താളുകറി വെക്കാൻ പോകും. വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ കറി വെക്കാൻ പോകും. അപ്പം ഞാൻ ഈ താള് കണ്ട ഒരു കൂട്ടം ചേമ്പായത് കേട്ടോ. ഞാനിവിടെ നട്ടു വെച്ചിരുന്നത് ഇങ്ങനെ താളെടുക്കാൻ വേണ്ടി വെച്ചതായത്. അപ്പോൾ ഇതിൻ്റെ താള് ഞാനിങ്ങനെ എടുക്കും. ഇതിൻ്റെ ഇല നമ്മൾ എടുക്കില്ല കേട്ടോ. ഇല ചൊറിയും കേട്ടോ. അതുകൊണ്ട് താള് ചൊറിയില്ല. താള് മാത്രം ഞാൻ എടുക്കുകയാണ്. കിളർന്നതും എടുക്കുവാണ്. അപ്പോൾ താളിനായിട്ട് ഞാൻ നിർത്തിയിരുന്ന ചേമ്പായിരുന്നു കേട്ടോ. താള് മതി കേട്ടോ. ഇതിൻ്റെ എല്ലാം നമ്മളങ്ങ് കടിച്ച് കളയുക. അപ്പം മക്കളെ, ഇത് ചേർത്ത് എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഇത്രയും താളാണ് ഞാൻ കഴുകി കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി പ്രധാനമായിട്ടും 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3/4 ഭാഗം നമ്മൾ കറിക്കകത്ത് ചേർക്കും. കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ അരയ്ക്കാനും എടുക്കും, താളിപ്പിനും എടുക്കും. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാതിരിക്കാനും ഒരു ടേസ്റ്റിനുമാണ് കേട്ടോ. പിന്നെ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പിഴുപുളി, പിന്നെ ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്കിരുന്നാണ്ട് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കണം കേട്ടോ. ഇതിൻ്റെ തോല് കളയണം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മക്കളെ, നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ, അതായത് ചേമ്പും താള് ഇല വർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കീടനാശിനിയൊന്നും അടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാം. നമ്മുടെ ആരോഗ്യത്തിനും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പഴയകാല ആൾക്കാർക്കെങ്ങും ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതായിരുന്നു നിത്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലിതുണ്ട് സ്ഥിരം. ഞാനിതെടുത്ത് തോരൻ വെക്കുകയും കറി വെക്കുകയും ഒക്കെ ചെയ്യും. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും, അവിയൽ വെക്കാം. അങ്ങനെ പല പല വിഭവങ്ങൾ നമ്മുടെ ഈ ചേമ്പും വെച്ച് നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ ഇതേ രീതിയിൽ നമ്മുടെ ഇതിൻ്റെ തോലെല്ലാം എടുത്ത് മാറ്റി ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളതുണ്ട്. ഇത്രയും മതി നമുക്ക്. അങ്ങനെ നമ്മളതെല്ലാം ചീകി എടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പരിപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അതൊന്ന് കുതിർന്നിട്ടുണ്ട്. നമ്മളിരുന്നാണ്ട് ആ വെളുത്തുള്ളിയും കൂടെ ആ പരിപ്പിനകത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മളിത് 2-3 വിസിലടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മുടെ താളെല്ലാം നമുക്ക് ഇതേ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കൂടെ ഒന്ന് വലുതൊക്കെ നമ്മൾ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ നീളത്തിൽ ഇങ്ങനെ കിടന്ന് കിട്ടും കേട്ടോ. അലുത്തങ്ങ് പോവില്ല. പിന്നെ അലുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതേ രീതിയിലാണ് ഇപ്പം ഞാനിത് കറി വെക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ താള് കറി. എങ്ങനെ വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മുടെ ചട്ടിക്കകത്തോട്ടിത് ചേർത്ത് കൊടുക്കുവാണ്. ചട്ടിക്കകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ, ഞാൻ പറഞ്ഞില്ലേ 200 ഗ്രാമോളം ചെറിയ ഉള്ളി ഉണ്ടത്. അത് 3/4 ഭാഗമോളം നമ്മളങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്തിനാണെന്നുള്ളത്. പിന്നെ നമ്മൾ ആ പച്ചമുളകും അങ്ങ് കട്ട് ചെയ്തു. ഒരു 5-6 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി. ഉപ്പ് നമ്മൾ പിന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ചേമ്പന്താളായതുകൊണ്ട് ഉപ്പ് പിന്നെ ചേർക്കുന്നുള്ളൂ. വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ. കൂട്ടിപ്പരട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. കണ്ടില്ലേ, നമ്മുടെ തിളച്ച് ഒരു വേവ് പരുവമായി. ഈ സമയത്ത് നമുക്കൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് തിരിച്ചും പിരിച്ചു വന്നിട്ടിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ. എന്നിട്ട് നമുക്കൊന്ന് അരപ്പിനായിട്ട് ഇതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളിത് ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇതെല്ലാം കൂട്ടെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് കണ്ടില്ലേ നന്നായിട്ട് വെന്തു. നമ്മുടെ വെളുത്തുള്ളിയെല്ലാം ഇതിനകത്ത് ഉടഞ്ഞങ്ങ് ചേർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും രീതിയിൽ വെന്താൽ മതി. ഒരു തരിതരിപ്പോടുകൂടി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളങ്ങ് ഉടച്ച് പോയിട്ടില്ല. പിന്നെ ഇതങ്ങോട്ട് നമ്മുടെ താളിനകത്തോട്ട് കൂട്ടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്.
അന്ന് നമ്മൾ തുറന്നു നോക്കി നമ്മുടെ പരിപ്പും നമ്മുടെ താളും നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം കൂടെ കണ്ടില്ലേ, കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് അരപ്പ് നമ്മുടെ മിക്സി കൂടെ കഴുകി ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് അടച്ചു വെക്കും കേട്ടോ. കൂട്ടി യോജിപ്പിക്കാതെ തന്നെ അടച്ചു വെക്കും. കാരണം എന്താണെന്നറിയാമോ, ഈ അരപ്പിന് വേവണം, അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ അത്രയും വെന്ത് കിട്ടത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ അടച്ചു വെച്ചിട്ട് കണ്ട കൂട്ടി ഇളക്കുകയാണ്. അടച്ചു വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പുളി എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം നമ്മുടെ ആവശ്യത്തിന് പുളി ചേർക്കാം കേട്ടോ. അപ്പം പുളിവെള്ളവും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഉപ്പുമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ കറി നല്ല ഫൈനായിട്ട് നല്ല ടേസ്റ്റി കറി. ഞാൻ ഉപ്പൊക്കെ നോക്കി. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. നമുക്കിതിനകത്ത് പ്രധാനമായിട്ടുള്ള ചേരുവ താളിപ്പ്, അതാണ് ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുകിട്ടു. നമ്മളിതിനകത്ത് ഉലുവയൊന്നും ചേർക്കില്ല കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണ്. ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2-3 വറ്റൽമുളകും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൂട്ടിയിളക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമ്മുടെ ചീനിച്ചട്ടിക്കകത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് നിരത്തി എടുത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും അതൊന്ന് കൂട്ടി ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി മക്കളെ. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാവില്ല. അപ്പം ഞാനിത് കൂട്ടി ചോറ് കഴിക്കാൻ പോവാം മക്കളെ. അപ്പം കണ്ടില്ലേ, ആസ്വദിച്ച് ചോറ് കഴിക്കുകയാണ്. കണ്ട ഈ കറി ഒഴിച്ച് ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ശീലിപ്പിക്കണം. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഫാസ്റ്റ് ഫുഡും ഇവർക്കിതൊന്നും വേണ്ട. അൽഫാം, കുഴിമന്തി അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണല്ലോ കുട്ടികളൊക്കെ. പക്ഷേ ഇതൊക്കെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം കേട്ടോ. പപ്പടവും കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ. ഇത് മുളകേഷ്യാന്നും വേണേൽ പറയാം ഈ കറിക്ക് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കും. ഞാൻ കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു തവണയെങ്കിലും ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഈ ഇതൊന്നും പാഴാക്കി കളയരുത് കേട്ടോ. ഇപ്പം നല്ല മഴ പെയ്ത് തളർത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാവരും കറി വെച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ അമ്മയെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത്, അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ കൊടുത്ത് ഓൾ എന്ന ഓപ്ഷനോ കൊടുക്കുക. അടുത്ത ഒരു നല്ല വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.